നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലക്ഷക്കണക്കിന് രൂപ കടലാസ് കമ്പനികളിലേക്ക് നിക്ഷേപിച്ച വൈപ്പിൻ സ്വദേശി റാഫേൽ ജെയിംസ് റൊസാരിയോയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി സംഘം ഞെട്ടിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വലിയ വീട് പ്രതീക്ഷിച്ചതെന്ന സംഘം കണ്ടത് ജീർണാവസ്ഥയിലുള്ള പഴയ ഒരു വീട്. റാഫേലിന് 30 വയസ്സേ ഉള്ളൂ എന്നതും അമ്പരപ്പിച്ചു. ഓൺലൈൻ വായ്പ, ഗെയിമിംഗ്, അതുപോലെ തന്നെ ബെറ്റിംഗ് ആപ്പ് കമ്പനികൾക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി റാഫേലിനെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി എടുക്കുകയായിരുന്നു. മുംബൈയിൽ നിന്ന് NIUM കമ്പനിയുടെ ഡയറക്ടർമാരും കൊച്ചി ഓഫീസിലെത്തി മൊഴി നൽകിയിരുന്നു. കേരള, ഹരിയാന പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ തട്ടിപ്പു കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ ആപ്പ് കമ്പനികൾക്കെതിരെ ഇഡി അന്വേഷണം നടത്തിയത്. സിംഗപ്പൂർ ആസ്ഥാനമായ NIUM കമ്പനിയുടെ ഇന്ത്യൻ ശാഖയായ മുംബൈയിലെ NIUM ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മുംബൈയിലെ ഡയറക്ടർമാരുടെ വീടുകൾ, അതുപോലെ തന്നെ ഈ എക്സോട്സ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വിക്ര ട്രേഡിംഗ് എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ടിറൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ്, ഫ്യൂച്ചർ ഫിഷൻ മീഡിയ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആപ്രിക്കിവി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ മുംബൈ, ചെന്നൈ ആസ്ഥാനമായ കമ്പനികളിൽ റെയ്ഡ് നടന്നിരുന്നു. ഈ കമ്പനികൾ കേരളത്തിലെ വിവിധ ബാങ്കുകളിൽ വ്യാജ പേരുകളിൽ അക്കൗണ്ട് തുടങ്ങി ആപ്പുകളിലൂടെ ലഭിക്കുന്ന പണം നിക്ഷേപിച്ചിരുന്നു. ഈ പണം ചെന്നൈ, ബംഗളൂരു, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലെ കടലാസ് കമ്പനികളിലേക്ക് മാറ്റും. ഇവിടെ നിന്ന് ക്രിപ്റ്റോ കറൻസി, വ്യാജ സോഫ്റ്റ്വെയർസ് ഇറക്കുമതി, ഇൻവോയ്സ് എന്നിവയിലൂടെ വിദേശത്തെ ബാങ്കുകളിലേക്ക് കടത്തുന്നതാണ് രീതി. ഇന്ത്യയിലെ കടലാസ് കമ്പനികൾക്കായി സിംഗപ്പൂരിലെ കടലാസ് കമ്പനികൾ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാജ ഇൻവോയ്സുകൾ തയ്യാറാക്കും. ഈ ഇൻവോയ്സ് NIUM സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഗ്ലോബൽ ഫോറക്സ് സെറ്റിൽമെന്റ് പ്ലാറ്റ്ഫോമിലേക്ക് കൈമാറും. ഇത് ഇന്ത്യൻ കമ്പനിയിലേക്ക് കൈമാറുകയും പണം ഇതേ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യക്ക് പുറത്തേക്ക് കടക്കുകയും ചെയ്യും. ഇൻവോയ്സ് അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും കൈമാറാത്തതിനാൽ ബാങ്കുകൾക്ക്, അന്വേഷണ ഏജൻസികൾക്കും എളുപ്പത്തിൽ ഈ തട്ടിപ്പ് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. NIUMന്റേതായി കണ്ടെത്തിയ 123 കോടിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. എന്നാലും ഈ കോടി ഒക്കെ തന്നെ തട്ടിപ്പിന്റെ വീരന്മാരായിട്ടുള്ള പ്രധാനിയുടെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴാണ് ഇഡി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. വമ്പൻ വീട് പ്രതീക്ഷിച്ചു പോയ ഇഡി കണ്ടത് ജീർണാവസ്ഥയിലുള്ള വീട്. പിന്നെ എന്തിനാണ് ഈ പൈസയൊക്കെ തന്നെ ഉപയോഗിച്ചത് എന്നതും ഒരു ചോദ്യചിഹ്നമായി ഇഡിക്ക് മുന്നിലുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നു വരുന്നതേ ഉള്ളൂ. എന്തായാലും 30 വയസ്സ് മാത്രമുള്ള ഈ ഒരു വ്യക്തി സമ്പാദിച്ചു കൂട്ടിയത്, അതും മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും റാഫേൽ സമ്പാദിച്ചു കൂട്ടിയ പണത്തിന്റെ മുന്നിലെ ഉറവിടം തേടുകയാണ് ഇഡി ഇപ്പോൾ.